സംസ്ഥാനത്ത് വീണ്ടും അവയവദാനം. വാഹനാപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച കണ്ണൂർ സ്വദേശിയുടെ ഹൃദയം, കരൾ, വൃക്കകൾ എന്നിവയാണ് ദാനം ചെയ്യുന്നത്. ഹൃദയം എയർ ആംബുലൻസിൽ കൊച്ചിയിലേക്കും, കരൾ റോഡ് മാർഗം കോഴിക്കോട് BHM ആശുപത്രിയിലേക്കും, വൃക്ക കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുപോകും. അവയവദാതാവിന്റെ ശസ്ത്രക്രിയ ആരംഭിച്ചു. മൃഗങ്ങളുമായി മിഥുൻ പിള്ള നമുക്കൊപ്പം കണ്ണൂരിൽ നിന്ന് ചേരുകയാണ്. മിഥുൻ, അവിടെ ഒരു ജീവിതമാണ്, ഒരു മനുഷ്യനാണ്, ഒരു കുടുംബത്തിന്റെ വലിയ പ്രതീക്ഷയായിരുന്നു. അത് നഷ്ടപ്പെടുമ്പോൾ ഒട്ടനവധി പേർക്ക് വലിയൊരു ആശ്രയമായി മാറുന്നുണ്ട്. ഒരേ സമയം തന്നെ നമുക്ക് വിഷമവും ഒപ്പം തന്നെ വലിയ പ്രതീക്ഷയും നൽകുന്ന മാതൃക കൂടി ആവുകയാണ് എന്ന് പറയുന്നത്. രാഖി, അശ്വതി, ഇക്കഴിഞ്ഞ 28-ാം തീയതി കണ്ണൂരിൽ വാഹനാപകടത്തിൽ മരിച്ച 23-കാരനാണ് മറ്റ് 4 പേർക്ക് വെളിച്ചമാകാൻ പോകുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ ശസ്ത്രക്രിയ പൂർത്തിയാക്കി ഇവിടെ നിന്ന് ഹൃദയവുമായി എയർ ആംബുലൻസിൽ കൊച്ചി ആസ്റ്റമിംസ് ആശുപത്രിയിലേക്ക് പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. മാത്രമല്ല, ഈ 23-കാരൻ്റെ ഹൃദയവും വൃക്കകളും കരളും ഒക്കെ തന്നെ ദാനം ചെയ്തിട്ടുണ്ട്. കരള് കോഴിക്കോട് BMH ആശുപത്രിയിലേക്കും, അതുപോലെ തന്നെ വൃക്കകൾ ഒന്ന് കണ്ണൂർ ആസ്റ്റമിംസ് ആശുപത്രിയിലും മറ്റൊന്ന് കണ്ണൂർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കുമാണ് കൊണ്ടുപോവുക. ഇവിടെ ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായി കഴിഞ്ഞു. ഈ ഇവിടുന്ന് ഹൃദയം ഈ ഹെലിപ്പാഡിലേക്ക് കൊണ്ടുപോകാനുള്ള ആംബുലൻസുകളടക്കം തയ്യാറായി കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ ശസ്ത്രക്രിയ പൂർത്തിയാക്കി ഹൃദയവുമായി പ്രത്യേക മെഡിക്കൽ സംഘം ഇവിടെ നിന്ന് ആംബുലൻസിൽ നേരെ കണ്ണൂർ DSC സെൻറ്ററിലുള്ള ഹെലിപ്പാഡിലേക്കാണ് പോവുക. അവിടെ നിന്ന് എയർ ആംബുലൻസ് വഴി നേരെ കൊച്ചിയിലേക്ക് കൊണ്ടുപോകും. അവിടെയാണ് ഈ ഒരു മലപ്പുറംകാരനായ 48-കാരനാണ് ഹൃദയം മാറ്റി വയ്ക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇക്കഴിഞ്ഞ 28-ാം തീയതി കണ്ണൂരിൽ ബൈക്കും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ചാണ് 23-കാരൻ മരണപ്പെട്ടത്. തുടർന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബം ഈ അവയവങ്ങൾ ദാനം ചെയ്യാൻ വേണ്ടി തയ്യാറാവുകയായിരുന്നു. മസ്തിഷ്ക മരണം സംഭവിച്ചതിന് തൊട്ട് പിന്നാലെയാണ് കുടുംബം ഈ സമ്മതപത്രം അറിയിക്കുകയും തുടർന്ന് ശസ്ത്രക്രിയ അടക്കമുള്ള നടപടികളിലേക്ക് പോവുകയുമായിരുന്നു. ഇന്ന് പുലർച്ചെ ഏതാണ്ട് 5 മണിയോടുകൂടി ഈ ശസ്ത്രക്രിയ നടപടികൾ ആരംഭിക്കുകയായിരുന്നു. അല്പസമയത്തിനകം ശസ്ത്രക്രിയ അവസാന ഘട്ടത്തിലാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അല്പസമയത്തിനകം ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഹൃദയവുമായി ഇവിടുന്ന് മെഡിക്കൽ സംഘം ആംബുലൻസിൽ ഈ DSC സെൻറ്ററിലെ പ്രത്യേക തയ്യാറാക്കിയ ഹെലിപ്പാഡിലേക്ക് പോകും. അവിടെ നിന്ന് എയർ ആംബുലൻസ് വഴിയാണ് ഈ ഹൃദയം കൊച്ചിയിലേക്ക് കൊണ്ടുപോകുക. ഏതായാലും ഒരു ജീവിതം അവസാനിക്കുമ്പോൾ മറ്റ് 4 പേർക്ക് വെളിച്ചമേകിക്കൊണ്ടാണ് ഈ ഒരു 23-കാരൻ്റെ ജീവിതം അവസാനിക്കുന്നതെന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. ഒരു ഭാഗത്ത് നേരത്തെ തുടക്കത്തിൽ രാഖി പറഞ്ഞ പോലെ തന്നെ ഒരു ഭാഗത്ത് വേദനയാണെങ്കിൽ മറ്റ് 4 പേർക്ക് ജീവൻ പകർന്നു നൽകിക്കൊണ്ടാണ് സമൂഹത്തിന് മാതൃക തീർക്കുന്നത് ആ കുടുംബം. രാഖി, ശരി മിഥുൻ, എന്തായാലും ഇത് സൂചിപ്പിച്ചതുപോലെ ഒരു പ്രതീക്ഷ വറ്റുമ്പോൾ അല്ലെങ്കിൽ അവസാനിക്കുമ്പോൾ മറ്റു 4 കുടുംബങ്ങളിലാണ് വലിയൊരു പ്രതീക്ഷയുടെ മുകളങ്ങൾ. 4 പേരിലൂടെ 5 പേരിലൂടെ ഒക്കെ എന്തായാലും മാതൃകയായി തന്നെയാണ് യാത്രയാകുന്നത്. ആ മരണത്തിൽ നമുക്ക് അതിയായ ദുഃഖം ഉണ്ടെങ്കിൽ കൂടിയും ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു മാതൃകയാവുകയാണ് അദ്ദേഹം എന്ന് പറയാതിരിക്കാൻ വയ്യ. മിഥുനാണ് വിവരങ്ങൾ പങ്കുവച്ചതിന്.